ഞാൻ ഒരു അന്ധവിശ്വാസിയല്ല, വിശ്വാസങ്ങൾക്ക് എതിരല്ല. ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയുമല്ല. ഞാൻ പിന്നെ അതുപോലെ ഒരു ദിവസം ഈ അരവിന്ദന്റെ അതിഥികളുടെ ഷൂട്ടിങ്ങിന് മൂകാംബിയെ പോയപ്പം അതിന് മുമ്പ് പ്രാവശ്യം ഞാൻ മൂകാംബിയെ പോയിട്ടുണ്ട്. ഒരു 10-25 25 കൂടുതലല്ല. നടൻ മഹേഷാണ് എന്നെ കൊണ്ടുവന്നത് ആദ്യം മൂകാംബിയിൽ. ഒരു 10-30 വർഷമെങ്കിലും ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയെന്ന് വെച്ചാൽ എൻ്റെ മകന്റെ ചോറൂണിനാണ് പിന്നെ പോയത്. ഈ അരവിന്ദന്റെ അതിഥിക്ക് പോകുന്ന സമയത്ത് ദാസേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ദാസേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് ലിഫ്റ്റിൽ ഇറങ്ങുന്നു. ദാസേട്ടൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പൊ എന്നോട് ചോദിച്ച് അമ്പലത്തിൽ വരുന്നില്ലേ? ഞാൻ പറഞ്ഞു പിന്നെന്താ. ദാസേട്ടൻ വിളിച്ചല്ലേ, ദാസേട്ടന്റെ കൂടെ പോയി. അങ്ങനെ അമ്പലത്തിനകത്ത് കയറി. എനിക്ക് അങ്ങനെ അമ്പലത്തിൽ പോയി എന്ന് വെച്ചിട്ട് ഒരു പ്രത്യേക മനസ്സിന്റെ സുഖം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല എനിക്ക്. ഞാൻ അമ്പലങ്ങളിലേ പോകാറില്ലെന്ന് തന്നെ പറയാം. അന്ന് പോയതാണ്, പിന്നെ അമ്പലത്തിലേ പോയിട്ടില്ല. ഇത് നമ്മള് എന്താണ് ഇത് അഥവാ പ്രാർത്ഥിക്കണമെങ്കിൽ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ. എനിക്ക് അങ്ങനെ പ്രാർത്ഥനയില്ല കേട്ടോ. ഞാൻ ഈ ജ്യോത്സ്യന്മാരെ കാണാൻ പോവുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല. ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ല, നീ ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരെയും പറ്റിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? ഭയം, എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. എന്ന് വെച്ച് ഈ ചെയ്യുന്നവരാണ് ഈ അമ്പലത്തിൽ പോകുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നാറില്ല. പോകുന്നവരോടൊന്നും നമ്മൾ എതിരുമല്ല. ഞാൻ ഒരു ഈശ്വര വിശ്വാസി അല്ലെന്ന് തന്നെ പറയാം കേട്ടോ, തീർത്തും. ഞാൻ പിന്നെ എന്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. വേറെ ഒരു ദൈവങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നില്ല. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യോ? സൂര്യ നമസ്കാരം, സൂര്യനെ ദൈവമായിട്ട് കാണുന്നു പറഞ്ഞിട്ട് സൂര്യ നമസ്കാരം ചെയ്യേണ്ട കാര്യമുണ്ടോ? സൂര്യ നമസ്കാരം ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് എന്റെ കൺസെപ്റ്റ്. ഇതാണ് എന്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് സൂര്യനില്ലാത്ത ഒരു ലോകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ചന്ദ്രനില്ലാത്ത ഒരു രാത്രിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഈ ലോകം നിലനിൽക്കുന്ന തന്നെ സൂര്യനും ചന്ദ്രനും ഉള്ളതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഇത് ഞാൻ ഈ ലോകം മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന ഈ ഒരാളാണ്, നമുക്ക് മാത്രമല്ല. അതെന്താ ദൈവമായിട്ട് കണ്ട എന്താ കുഴപ്പം? അല്ല, ഓരോ വ്യക്തികൾക്കും ഓരോ വിശ്വാസമായിരിക്കുമല്ലോ. അതാണ് എന്റെ വിശ്വാസം. ഇതാണ്. ദാസേട്ടനെ മൂകാംബികയിൽ വെച്ച് കണ്ടു എന്ന് തോന്നുന്നു. പക്ഷെ ദാസേട്ടനുമായിട്ട് വേറൊരു ഭാഗ്യം കൂടെ ഉണ്ട്. കാര്യം തരങ്കിണി സ്റ്റുഡിയോ ആൾത്തറയുന്ന അങ്ങോട്ട് ആ ലൈനിലാണ്. അപ്പൊ കുട്ടിക്കാലത്ത് ദാസേട്ടൻ പണ്ട് അവിടെ വരുമ്പോഴൊക്കെ ഞാൻ കാണാറൊക്കെ ഉണ്ടായിരുന്നു. ദാസേട്ടൻ അവിടെ വന്ന് വരുമ്പം എപ്പോഴും അങ്ങനെ കാണാറില്ല. പക്ഷെ കൂടുതലും പാട്ട് റെക്കോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന ആ തരങ്കിണി സ്റ്റുഡിയോ തന്നെയായിരുന്നു. കാര്യം അന്ന് ആകെ ഒരു സ്റ്റുഡിയോ ഉള്ളൂ.